ചതുഷ്കോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്ന കർണാടകയിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടാണ് ഭരണകക്ഷിയായ ബി.ജെ.പിയും പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും പോരാട്ട രംഗത്തേക്ക് ഇറങ്ങുന്നത്. ബി.ജെ.പി 140 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ 177 പേരടങ്ങിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ് തിരിച്ചടിച്ചു. പ്രബല സമുദായങ്ങൾക്കെല്ലാം പ്രാതിനിധ്യം ലഭിക്കുന്ന തരത്തിലാണ് ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥി നിർണയം. മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറിനെ മുൻനിർത്തിയാണ് ബി.ജെ.പിയുടെ പടയൊരുക്കം. ഹുബ്ലി ധർവാഡ സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും ഷെട്ടാർ ജനവിധി തേടും. ഉപമുഖ്യമന്ത്രിമാരായ കെ.എസ്. ഈശ്വരപ്പ ഷിമോഗയിലും ആർ. അശോക് പത്മനാഭനഗറിലും മത്സരിക്കും. കെ.ജി. ബൊപ്പയ്യ, ബി. നാഗേന്ദ്ര, എം. കൃഷ്ണപ്പ എന്നിവരാണ് ബി.ജെ.പിയുടെ ആദ്യ ലിസ്റ്റിൽ ഇടം നേടിയ പ്രമുഖർ. ബി.ജെ.പി അധികാരം നിലനിർത്തുമെന്ന് മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഞങ്ങൾക്ക് കെ.ജെ.പി എന്തോ ഒരു വലിയ തർക്കമുണ്ടാക്കുന്ന പാർട്ടിയല്ല. അത് ഞങ്ങൾക്ക് നേരെ എതിരാളി കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് വേഴ്സസ് ബി.ജെ.പി ഫൈറ്റ് ഉണ്ടാവും. അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്ന കോൺഗ്രസ് ശക്തരായ നേതാക്കളെയാണ് ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി.സി.സി അധ്യക്ഷൻ ജി. പരമേശ്വർ കൊറത്തകര മണ്ഡലത്തിൽ മത്സരിക്കും. നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ വരുണയിലും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ മഞ്ജുള നായിഡു രാജാജി നഗർ മണ്ഡലത്തിലും ജനവിധി തേടും. 8 വനിതകളും കോൺഗ്രസ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. മെയ് 5-നാണ് 225 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. രാജേഷ് കോയിക്കൽ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.